വാപ്പക്ക് ഭയങ്കര ആഗ്രഹമാണ് മനോട് ഡോക്ടറാക്കണം എന്നൊക്കെ. വാപ്പക്ക് നല്ല ആഗ്രഹമാണ്. ടഫായിരുന്നു, എന്താ ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അവർക്കും ടെൻഷനാവും. സാധാരണ പറയാം നീറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് നന്നായി, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം എന്ന് പറയാം. പക്ഷേ ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിളിൽ ഒരു 5-6 പേരായിട്ടാണ് പഠിച്ചത്. പത്തിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഡോക്ടറാകാമെന്നുള്ളൊരു താല്പര്യമൊക്കെ വന്നതെന്ന് പറയുന്നത്. 10ന് മുമ്പ് എനിക്ക് പല ഇതൊക്കെ പോകുന്നതായിരുന്നു. അതിപ്പോൾ പൈലറ്റിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പൈലറ്റിന് പോകണമെന്ന് അത്യാവശ്യം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലൊക്കെ. 10ന് ശേഷമാണ് ശരിക്കും ഡോക്ടറായിട്ട് മാറണം അങ്ങനെയൊരു ഇതുണ്ടായിരുന്നത്. ഇനി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിനെ കണ്ടിട്ടാണ് എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഡോക്ടറാവണം എന്നൊരു ചിന്തയൊക്കെ വരാൻ തുടങ്ങിയത്. എനിക്ക് MBBS കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് തോന്നുന്നത് പീഡിയാട്രിക്സിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്ത് ഒരു ഡോക്ടറെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇതിനോടുള്ള താല്പര്യം വരുന്നത് പറഞ്ഞല്ലോ. ആൾ മെയിനായിട്ട് പീഡിയാട്രിഷ്യൻ ആയിരുന്നു. അത് കുട്ടികളെ നോക്കുന്ന ആളായിരുന്നു. അപ്പോൾ എന്നെ എന്ത് വന്നാലും അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. ആൾ പ്രൈവറ്റായിട്ട് നോക്കൽ, പക്ഷെ അവിടെ തിരക്കെന്ന് പറഞ്ഞാൽ അമ്മമാർ തിരക്കായിരിക്കും. പിന്നെ ആൾ ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഞങ്ങളെ. അത് കണ്ടിട്ട് എനിക്ക് കുട്ടികളെ നോക്കണം, അതിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് പോകണം എന്നൊക്കെ തോന്നിയത് അത് കണ്ടിട്ടാണ് തോന്നുന്നത്. ഈ MBBS എടുക്കുക എന്ന് പറയുന്നത് വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ ഉപ്പാക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമാണ് മനോട് ഡോക്ടറാക്കണം എന്നൊക്കെ. വാപ്പക്ക് നല്ല ആഗ്രഹം. ഞാൻ അത്താന്ന് വിളിക്കാം. അത്താക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വാപ്പേനായിരുന്നു വീണ്ടും 2ാമത്തെ റിപ്പീറ്റ് കുറേ എന്നെ പറഞ്ഞു. അതായത് നിനക്ക് മാർക്ക് കിട്ടിയല്ലോ, വെറുതെ ഒരു ഇതിൽ താഴ്ന്ന കോഴ്സ് എടുക്കണ്ട, ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യും, നമുക്ക് ഒരു കൊല്ലമല്ലോ പോയിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പേനായിരുന്നു കൂടുതൽ പറഞ്ഞത്. ഇപ്പോൾ വാപ്പക്ക് അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പേര് ആദ്യം ഇവിടെ നിന്ന് ഒരു ബാച്ചൊക്കെ മാറ്റിയിട്ടുണ്ടായി, ഒരു മൈക്രോ ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അവിടെ കുറച്ചും കൂടി ഹൈ റാങ്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് മാറ്റിയത്. അവിടെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് നിയാസാറാണ്. നിയാസാർ ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മെയിനായിട്ട് ഡൗണായി കിടക്കുകയാണെങ്കിൽ നന്നായി മോട്ടിവേഷൻ തരും. ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ അത് അഴുത്തും. അങ്ങനെയായിരുന്നു. അടിപൊളിയായിരുന്നു. അല്ല, ഇടയ്ക്കിടയ്ക്ക് മെയിനായിട്ട് നിയാസാറിനെയാണ് മെയിനായിട്ട് ഇതിൽ ഹെൽപ്പ് ചെയ്തത് നന്നായിട്ട് പറഞ്ഞത്. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ആയാലും അതൊക്കെ അടിപൊളിയായിരുന്നു. ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും. കെമിസ്ട്രിയാണ് മെയിൻ ഡൗട്ട് വരിക. അപ്പോൾ അത് നല്ല ഫാക്കൽറ്റീസ് തന്നെ വരിക. അവർ വന്നിട്ട് നന്നായി ക്ലിയർ ചെയ്ത് പോകും. പിന്നെ ഡെയിലിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആഷിഖ് സാർ രാവിലെ പറഞ്ഞുതരും, എന്തൊക്കെ ചെയ്യണം. ഡെയിലി വരും. അത് മൂപ്പരാളുടെ ഒരു പറയുകയാണെങ്കിൽ അതാണ് മൂപ്പരാളുടെ ഒരു പ്ലസ് പോയിന്റ്. ഡെയിലി വരും. ഞങ്ങൾ എണീക്കാൻ വേണ്ടിയാണെങ്കിലും മൂപ്പരാൾ എണീക്കും. രാവിലെ വരും. കറക്റ്റ് കൃത്യം. ചിലപ്പോൾ 2-3 മിനിറ്റ് വൈകായിരിക്കും. കറക്റ്റ് വരും. അത് പറഞ്ഞുതരും. എന്താ അന്നത്തെ പ്ലാൻ എന്താണ്, അത് നല്ല മാർക്ക് കൂടുതലുള്ള കുട്ടി മുതൽ ഹൈ ലെവൽ കുട്ടി വരെ എല്ലാവർക്കുള്ള പ്ലാനും മൂപ്പരാളെന്ന് പറഞ്ഞുതരും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ മെയിനായിട്ട് കോർഡിനേറ്ററിൻ്റെ അടുത്ത് തന്നെ പറയാം. കുറച്ച് പേരുണ്ടാവും, ഒരു 4-5 പേരുണ്ടാവും. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഡൗട്ട് സാറിനെ അയച്ചു കൊടുക്കും. സാറത് പറ്റുകയാണെങ്കിൽ അവിടെ തന്നെ ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം ചെയ്യൽ. മിക്കവാറും ഒരു ആഴ്ചയിൽ 2 ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വരാറുണ്ട്. ഒന്ന് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആയാലും. ബയോളജി ഞങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരാറില്ല, എന്നാലും വരും. 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ സാറൊക്കെ വരും. മറ്റേ മെയിനായിട്ട് ഫിസിക്സും കെമിസ്ട്രിയാണ് കൂടുതൽ വരില്ല ഡൗട്ട് ക്ലിയറൻസിനൊക്കെ. അതപ്പോൾ ക്ലിയർ ചെയ്ത് പോകലുണ്ട്. ഫസ്റ്റ് നോക്കുന്ന ടൈമിൽ ഒരു 651 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നോക്കിയ സമയത്ത്. പിന്നെ അത് എന്തോ ഒരു ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് 646 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ റാങ്ക് പ്രൊഡിക്ഷനൊക്കെ നോക്കുമല്ലോ ഓരോ സൈറ്റിലൊക്കെ. നോക്കുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം റാങ്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ആകെ ഡൗണായി. നല്ല റാങ്ക് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ ഓൾ ഇന്ത്യയിൽ പോലും കിട്ടൂല എന്നുള്ള അവസ്ഥ. ഞാനൊരു എക്സാം കഴിഞ്ഞിട്ട് നിയാസാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിയാസാർ പറഞ്ഞത് കുഴപ്പമില്ല, സേഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിയാസാർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, മാർക്ക് നമുക്ക് എന്തായാലും നോക്കാം, അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം മാർക്കുണ്ട്, എക്സാം നല്ല എളുപ്പമായിരുന്നു, ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ആയി. റിസൾട്ട് വന്നപ്പോഴാണ് ശരിക്കും ഷോക്ക് ചെയ്തത്. അതായത് ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ആകെ ഡൗൺ ആയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ അത് തോന്നും. പിന്നെ അത് മാറ്റി. പിന്നെ വീട്ടുകാരും പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ കിട്ടിയല്ലോ, അന്ന് ഒന്നും കൂടി ട്രൈ ചെയ്യും. വാപ്പയൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ ചെയ്യാം. പിന്നെ എനിക്ക് ഡോപ്പിൽ തന്നെ അപ്പോൾ പറഞ്ഞു, വേറെ എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് ചോദിച്ചു, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ആണെങ്കിൽ ഞാൻ ഡോപ്പിൽ തന്നെ പോകുള്ളൂ. ഡോപ്പിലാണ് എനിക്ക് ഇത്ര അത്യാവശ്യം എൻ്റെ കഴിവുകളൊക്കെ പുറത്തുകൊണ്ട് ഡോപ്പിലാണ് പഠിക്കാനൊക്കെ കിട്ടും. അതേപോലെ തന്നെ
ഡോപ്പയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഡോപ്പേനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഡോപ്പയ്ക്ക് വന്നു. ഡോപ്പയ്ക്ക് വന്നപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ അടിപൊളിയായിരുന്നു, നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, അങ്ങനെ ഒരു ഇതിലായിരുന്നു പഠിക്കുക. അതായത് ഉറക്കമൊക്കെ പോകണമെങ്കിൽ പോട്ടെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പഠിക്കുക. പക്ഷേ അത് പിന്നെ മനസ്സിലായി, ഉറക്കം കളഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് നന്നായി ഉറക്കം കളഞ്ഞിട്ട് രാവിലെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ രാവിലെ ഇരുന്ന് തൂങ്ങി പിന്നെ തലവേദനിക്കും. എനിക്ക് മെയിനായിട്ട് തലവേദന നല്ല പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ തലവേദന വരും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഉറക്കം മെയിനായിട്ട് ഉണ്ടാക്കണം. 6 മണിക്കൂർ സാറ് പറയും, പക്ഷെ ഞാനൊരു 6.5-7 മണിക്കൂറിനടുത്ത് ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ട് തന്നെ ഇരുന്ന് പഠിച്ചത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പറയില്ല, ഒരു 5-6 പേര് ഫ്രണ്ട് സർക്കിളുണ്ട് പറഞ്ഞില്ല, എല്ലാവരും തീരെ ടെൻഷനില്ല, ചിരിച്ചും കളിച്ച് ഒരു വൈബിൽ തന്നെയായിരുന്നു എല്ലാവരും ഒന്ന് പഠിച്ചത്. സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ റിപ്പീറ്റിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് റിപ്പീറ്റിൽ നമുക്ക് അത് ബേസൊക്കെ സെറ്റായി. അപ്പോൾ ഫസ്റ്റ് മുതലേ അത്യാവശ്യം മാർക്ക് ഉണ്ടായതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ പഠിച്ചു പോയി. ഒരു 4-5 മാസം അങ്ങനെ പോയിട്ട് ലാസ്റ്റ് നമ്മൾ റിവിഷൻ എത്തിയ സമയത്ത് ഞാൻ ഒന്ന് ഡൗൺ ആയി എന്ന് പറയുമ്പോൾ മാർക്ക് ഒരു 620, 630 റേഞ്ചൊന്നും കൂടുന്നില്ല. ടഫ് എക്സാം ആയാലും ഒരു ഈസി എക്സാം ആയാലും ആ റേഞ്ച് തന്നെ വരുന്നുള്ളൂ. അത് മെയിനായിട്ട് പ്രശ്നം വരാൻ കാരണം ടൈം നീറ്റായി കുറച്ചല്ലോ. NTA കുറച്ചപ്പോൾ നമ്മുടെ ഇവിടെയും അതിനനുസരിച്ച് ടൈം കുറച്ചു. 3 മണിക്കൂറാണ് NTA തന്നത്, പക്ഷേ ഇവിടെ നമുക്ക് 15 മിനിറ്റ് വീണ്ടും കുറച്ചു. അപ്പോൾ നമുക്ക് ഫുള്ള് ടെൻഷനായി, ഇതിൽ തീരുമോ. അത് 180 ക്വസ്റ്റ്യൻസ് 1 മിനിറ്റ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ആ ടെൻഷനിൽ എക്സാം എഴുതുമ്പോൾ തീരെ കിട്ടുന്നില്ല. ടൈമിൻ്റെ ടെൻഷനായിട്ട് മാർക്ക് നല്ല കുറേ ഉണ്ടായിരുന്നു. കുറേ മീൻസ് ഞാൻ പറയില്ല, 620 ആവറേജ് മാർക്കിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം നല്ല ഡൗൺ ആയി. അതായത് സിമ്പിൾ എക്സാമാണ്, നല്ല സിമ്പിൾ എക്സാമിൽ ഈ റേഞ്ച് കിട്ടിയപ്പോൾ എനിക്ക് നല്ല വിഷമമായി. ഞാൻ നേരെ വീട്ടിൽ ഉമ്മനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ഉമ്മ കുറച്ചായിട്ട് എൻ്റെ മാർക്ക് ശ്രദ്ധിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഈ റേഞ്ചാണ് കിട്ടുന്നത്. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ നിനക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഉമ്മ. ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷനായി, ഉമ്മക്ക് ടെൻഷനായി. അപ്പോൾ ഉമ്മ പറഞ്ഞു ശരി, ഒരു ടൈമറൊക്കെ വെച്ചിട്ട് വേറെ എക്സാംസൊക്കെ ഒന്ന് എഴുതി നോക്ക് ഈ ഒരു ടൈമിൽ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനൊരു ടൈമർ ടൈമർ വെച്ച് കുറച്ച് എക്സാംസൊക്കെ എഴുതി നോക്കി. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ മാറ്റിയത് പറഞ്ഞാൽ പാറ്റേൺ മാറ്റി പറഞ്ഞാൽ ഒരു അവസാനത്തെ 2 മാസം ഞാൻ മാറ്റിയ പാറ്റേൺ കുറച്ച് വ്യത്യാസമായി. കഴിഞ്ഞ റിപ്പീറ്റിലേക്ക് ഞാൻ എഴുതി പറഞ്ഞാൽ കെമിസ്ട്രി തുടങ്ങും, പിന്നെ ബയോ ഫിസിക്സ് അങ്ങനെ തുടങ്ങിയത്. ഇതിപ്പോൾ ടൈം കുറച്ചപ്പോൾ ഞാൻ മാറ്റിയത് ഫസ്റ്റും ലാസ്റ്റും ബയോളജി എഴുതുക. ആ ഒരു അതൊക്കെ നല്ല എഫക്റ്റീവായി തോന്നി. അതായത് ആദ്യം ഞാൻ ബോട്ടണി എഴുതും, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ലാസ്റ്റ് സുവോളജി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല സ്കോർ നന്നായിട്ട് കൂടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ പാറ്റേൺ എഴുതിയപ്പോൾ. മെയിനായിട്ട് പഠിക്കുന്നത് പറയുമ്പോൾ സാധാരണ പറയുക നീറ്റ് എല്ലാവരും ഒറ്റയ്ക്ക് പഠിച്ച് നന്നായി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണമെന്ന് പറയും. പക്ഷേ ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിളിൽ ഒരു 5-6 പേരായിട്ടാണ് പഠിച്ചത്. അതിൽ പഠിച്ച എല്ലാവർക്കും അത്യാവശ്യം നല്ല റാങ്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളായാലും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മോക്ക് എക്സാമൊക്കെ എഴുതലായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കലായാലും ഒക്കെ അങ്ങനെ പഠിച്ചിട്ട് തന്നെ പഠിച്ചത്. പിന്നെ ഒരു റിവിഷൻ ടൈമൊക്കെ ആയ ടൈമിൽ ഡോപ്പിൽ മെയിനായിട്ട് കുറേ മോക്ക് എക്സാം ഉണ്ടാവും. ഒരു ലാസ്റ്റത്തെ മോഡിൽ എന്ന് പറയുമ്പോൾ ഒരു 1.5 ആയിരിക്കും മോക്ക് എക്സാം. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ മോക്ക് എക്സാം എഴുതും, അന്ന് രാത്രി കുറച്ച് പഠിക്കും. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ വേറെ ഓൺലൈനിലൊക്കെ കുറേ മോക്ക് എക്സാം കിട്ടും, അത് ഞങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ആക്കും. അത് ഡൗൺലോഡ് ആക്കി തരുന്നത് ഞങ്ങൾ കോർഡിനേറ്റർമാർ തന്നെയാണ്. ഞങ്ങൾ പറയുമ്പോൾ അവർ ഡൗൺലോഡ് ആക്കിയിട്ട് ടാബിൽ കിട്ടും. അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചാണ് ചെയ്യൽ, ടൈമറൊക്കെ വെച്ചങ്ങാണ്ട് ഒരുമിച്ചാണ് ചെയ്യൽ. എന്നിട്ട് അതൊക്കെ ഞങ്ങൾക്ക് നന്നായി ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡോപ്പ് ഒരു 10-120 എക്സാം എഴുതുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം അത് കൂടാണ്ട് തന്നെ 120 ഫുൾ മാർക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരു 60ഓളം ഫുൾ മാർക്ക് എക്സ്ട്രാ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലത്തെ എക്സാം എഴുതിയപ്പോൾ നല്ല പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. കാരണം അവസാന മോക്കിലൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു, ഏകദേശം നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ പോയി എക്സാം എഴുതിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ആകെ ഒരു മെയിനായിട്ട് എക്സാമുകൾ നല്ല ടെൻഷൻ ആയതുകൊണ്ടാണ് ഒരു അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് നന്നായി ടെൻഷനായിട്ട് എക്സാം കഴിഞ്ഞ് വെളിയിലിറങ്ങി. എക്സാമിൽ തന്നെ കുറേ പേര് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടെൻഷനായി. ഞാൻ പിന്നെ കരയൊന്നുമില്ല. പിന്നെ വെളിയിലിറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ നേരെ വീട്ടിൽ വിളിച്ചു. വാപ്പാക്കിനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു എക്സാം അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും. കാരണം എനിക്ക് ഫസ്റ്റ് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എക്സാം നല്ല ബുദ്ധിമുട്ടായി, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ഞാൻ വാപ്പാൻ്റെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു
ആ കുഴപ്പമില്ല, നീ ഇപ്പോൾ വീട്ടിൽ വേണ്ട നമുക്ക് എല്ലാം അപ്പോൾ തന്നെ പറയാമെന്നൊക്കെ പറയണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഒരാഴ്ച ഒന്നും മാർക്ക് കൂട്ടി നോക്കിയില്ല എന്ന് പറയുമ്പോൾ തീരെ കൂട്ടി നോക്കിയില്ല. ജസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഒരു ഓൾറൗണ്ട് ഇങ്ങനെ ഇത് തെറ്റി അത് തെറ്റി അങ്ങനെയൊക്കെ നോക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ചാൽ കൂട്ടി നോക്കി സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കട്ട് ഓഫ് നല്ല കുറേ ചാൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ പഠിക്കേണ്ട ഗവൺമെൻറ് സീറ്റ് കിട്ടും. പിന്നെ ഒരു കോൺഫിഡൻസിൽ പാപ്പാനും ഉമ്മനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അവരും സന്തോഷത്തിലേക്ക് കുഴപ്പമില്ല, ടെൻഷനൊന്നുമില്ല. ഡോപ്പനെ പറ്റി അറിയണത് ഞാൻ എൻ്റെ ഒരു കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അന്വേഷിച്ചിട്ട് എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഡോപ്പനെ പറ്റി അറിയുന്നത്. ആ ഡോപ്പ് നല്ല അവർ ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോപ്പിൽ, അപ്പോൾ അത് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു പറയുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ വന്നു. ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാൻ അവളോട് ഉണ്ടായി. പിന്നെ ഡോപ്പിലെത്തിയ പിന്നെ മെയിനായിട്ട് അങ്ങനെ തന്നെയാണ് ഡോപ്പിലേക്ക് വന്നത്. എൻ്റെ കഴിവുകളൊക്കെ പുറത്തുകൊണ്ട് ഡോപ്പയാണ് പഠിക്കാനൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഡോപ്പയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഡോപ്പ് തന്നെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഡോപ്പയ്ക്ക് വന്നപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ അടിപൊളിയായിരുന്നു, നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ +1 മുതലേ റിപ്പീറ്റ് ചെയ്യണമെന്ന് ടീച്ചർമാരുടെ അടുത്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു 4-5 പേരുണ്ട്, എൻ്റെ വീട്ടിനടുത്ത് തന്നെ എല്ലാവരും, അവരൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. അവരൊക്കെ എന്നിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോയത്. ഞാൻ ടോപ്പിക്കും വന്നു. അവർ 2 ഓഫ്ലൈനായിരുന്നു, ഓൺലൈനായിരുന്നു. ഒരുത്ത മാത്രം ഓഫ്ലൈനായിട്ട് ഇവിടെ കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏകദേശം ആവറേജ് മാർക്കായിരുന്നു. ആവറേജ് 85 to 90 റേഞ്ച് തന്നെയായിരുന്നു എല്ലാവരും. എന്നിട്ട് റിപ്പീറ്റ് ചെയ്തു. അവർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗൈഡൻസ് നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആഷിഖ് സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ് ആയാലും എങ്ങനെയാണ് നീറ്റ് പഠിക്കേണ്ടത് അതൊക്കെ ആഷിഖ് സാർ കറക്റ്റ് പറഞ്ഞുതരും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് അവർക്ക് കിട്ടാത്ത പോയത് ഇതായിരിക്കും മിക്കവാറും. അതിന് ഫസ്റ്റ് റിപ്പീറ്റിൽ അവർക്ക് മാർക്ക് കുറയാനും കാരണം അത് തന്നെയായിരിക്കും. അതിൽ 2 പേർക്ക് മാർക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഒരാൾക്ക് നല്ല കുറവായിരുന്നു. മെയിനായിട്ട് അത് ഇതിൻ്റെ ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്യണം അതൊക്കെ. പിന്നെ ഞാൻ ലീവിന് പോകുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് ക്വസ്റ്റ്യൻസ് തന്നെ മെയിനായിട്ട് ചെയ്യണം. പിന്നെ NCERT നന്നായി വായിക്കണം. അതിന് NCERT വെറുതെ വായിക്കണ്ട, നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് NCERT വായിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വെച്ച് നോക്കുമ്പോൾ അവരെന്ന് പറയുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അതേപോലെ തന്നെ അവർ നമ്മളെ നിർബന്ധിക്കലൊന്നുമില്ല. നമുക്ക് പഠിക്കുകയാണെങ്കിൽ പഠിക്കാം, പക്ഷേ കളിക്കുകയാണെങ്കിൽ കളിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പഠിക്കുകയും ചെയ്യും, നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ എനിക്ക് ഡോപ്പ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റവും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെയ്യുന്ന പറയും, നമ്മൾ ചെയ്യും. പിന്നെ നമ്മുടെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിലും എല്ലാവരും ഇരുന്ന് പഠിക്കായിരിക്കും. അപ്പോൾ എന്തായാലും പഠിക്കാൻ തോന്നും, വേണ്ട. ഇനിയിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേര് എഴുതാൻ ഇരിക്കുന്നുണ്ടാവും നീറ്റ്. അപ്പോൾ അവർ കൺഫ്യൂഷനിലായിരിക്കും, ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണം, ഏതിൽ പോകണം, എങ്ങനെ പഠിക്കണം, വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതിയെന്ന്. അതിൻ്റെ അടുത്ത് പറയാനുള്ളത് ബേസില്ലാത്ത ആൾക്കാരുണ്ടാവും, ബേസുള്ള ആൾക്കാരുണ്ടാവും. ബേസില്ലാത്ത ആൾക്കാർ പറയുകയാണെങ്കിൽ അവർ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കിയിട്ട് പോയി പഠിക്കുക എന്നാണ്. അതായത് ഗൈഡൻസ് കിട്ടണം, ഗൈഡൻസ് കിട്ടിയിട്ടേ പഠിക്കാൻ സാധിക്കുള്ളൂ. ഗൈഡൻസ് കിട്ടാണ്ട് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ഡോപ്പിൽ കിട്ടിയത് അത് തന്നെയായിരുന്നു. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോകാണ്ട് ഡോപ്പിൽ നിന്ന് കിട്ടിയത് എനിക്ക് അതായിരുന്നു. അതായത് ബേസില്ല, നന്നായി ഗൈഡൻസ് തന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്ക് കിട്ടാൻ കാരണം. അപ്പോൾ അതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി